എങ്ങനെയുണ്ട് സംസ്ഥാന സമ്മേളനം? ഗംഭീരമാണ്. എങ്ങനെയുണ്ട് സഖാക്കളുമായിട്ടുള്ള അവരുടെ ഒരു അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് പുതിയ കൂട്ടുകാർ, നല്ല നല്ല മൂവ്മെൻറ്റുകൾ? തീർച്ചയായും. കാരണം സംസ്ഥാനത്തെ മുഴുവൻ CPIM-ന്റെ ലീഡേഴ്സുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ, അതൊരു വലിയൊരു അനുഭവമാണ്. KP ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് കൗതുകത്തോടെ സംസാരിച്ച? ഞാൻ പുതുതായി പരിചയപ്പെട്ട ആളുകളുണ്ട്, പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ച ആളുകളുണ്ട്, അവരെയൊക്കെ നേരിൽ കാണാൻ. അങ്ങനെ കിട്ടിയ നല്ല പരിചയവും നല്ല കൂട്ടും മനസ്സിൽ ഈ 2 ദിവസത്തെ മെമ്മറിയിൽ നിന്ന് പറയുന്നത് എന്താ? അങ്ങനെ ഒരാളുടെ പേര് മാത്രം എടുത്ത് പറയാൻ പറ്റില്ല. മൊമെന്റ് പറഞ്ഞ പേര് വേണമെന്നില്ല. അല്ല, അങ്ങനെയല്ല. ഒരുപാട് ലീഡർഷിപ്പിലുള്ള ആളുകൾ, അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുക, അവരുമായിട്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്തോഷം. പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരു കാലവും അനുഭവവും ജീവിതവും എങ്ങനെയുണ്ട് അല്ലേ? തിരിച്ച് KPയോട്? തീർച്ചയായിട്ടും. കാരണം ഇത്രയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമ്മേളനങ്ങളൊന്നും വേറെ എവിടെ ഇല്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന മറ്റതൊരു ആൾക്കൂട്ടമായിട്ടാണ്, വിശാല ജനാധിപത്യം എന്നാണ് കോൺഗ്രസ് എപ്പോഴും അതിനെ വിശേഷിപ്പിക്കാറ്. തീർച്ചയായിട്ടും. കാരണം ഒരാൾക്കൂട്ടം, കുറേ പ്രസംഗങ്ങൾ എന്നതിനപ്പുറം ഇപ്പുറത്തിരിക്കുന്ന ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ ഒരിക്കലും തയ്യാറാകുന്നില്ല. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത അപ്പുറത്തുള്ളവർ പറയുന്നത് കേൾക്കാനല്ല, ഇപ്പുറത്തിരിക്കുന്നവരെ കേൾക്കാൻ നേതൃത്വം തയ്യാറാകുന്ന. ഇന്നിപ്പോ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ ഈ ഡെലിഗേഷൻ സംസാരിക്കാൻ പോവുകയാണ്. തീർച്ചയായും അദ്ദേഹം കേൾക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി അടക്കമുള്ള PB അംഗങ്ങളടക്കമുള്ള ആളുകളാണല്ലോ ഈ ചർച്ച കേൾക്കുന്നത്. അതൊരു വലിയ അനുഭവമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ആ അനുഭവങ്ങളുടെ ഒരു രാഷ്ട്രീയ യാത്രയിലാണ് KP അനിൽകുമാർ നമ്മളോട് സംസാരിച്ചത്. കാണാം. താങ്ക് യു.